പിന്നെന്താ പറയാൻ കാരണം വെച്ചാൽ ടിപ്പു മസ്താൻ ഔലിയയുടെ ഖബർ സിയാറത്ത് ചെയ്ത് അങ്ങനെ ടിപ്പു എന്ന് പേരിട്ടു. ആ കുട്ടി അതിനനുസരിച്ച് വളർന്നു, ആ ഉമ്മ അതിനനുസരിച്ച് നോക്കുകയും ചെയ്തു. 2 മക്കള് ടിപ്പു അബ്ദുൽ കരീം എന്നീ 2 മക്കളുള്ള സമയത്ത് ടിപ്പുവിന്റെ മാതാവ് മരണപ്പെട്ടിരുന്നു. പിന്നെ ഹൈദരലി ഖാൻ 2ാമത് കല്യാണം കഴിച്ച് അവരാണ് ടിപ്പുവിനെയും അബ്ദുൽ കരീമിനെയും പിന്നീട് നോക്കി വളർത്തിയിട്ടുള്ളത്. അപ്പോ ടിപ്പു യുദ്ധങ്ങൾ അടക്കി വന്നു എന്നറിഞ്ഞപ്പോ ഹൈദരലി ഖാൻ പറഞ്ഞു അത്ര എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല, കാരണം ഇവന്റെ ഉമ്മ ഇവനെ ശുദ്ധിയില്ലാതെ വൃത്തിയില്ലാതെ മുല കൊടുത്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ നമ്മളെ കുട്ടികളെ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ ഉമ്മമാർ മുല കൊടുക്കുന്നതിൽ ഉള്ള അശ്രദ്ധ കാരണം വരുന്നതാണ്. ഒരു കുട്ടി നേരാവാൻ ഉമ്മ ആദ്യം ചെയ്യേണ്ടത് മുല കൊടുക്കൽ ക്ലിയർ ആക്കലാണ്, വേറൊന്നും വേണ്ട. മുല ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ എൻ്റെ ഈ കുട്ടിനെ നീ ഒരു ഹാഫിളാക്കണേ, ഒരു ആലിമാക്കണേ, അങ്ങനെ ഉമ്മ എന്തൊക്കെ സങ്കല്പിക്കുമോ അതൊക്കെ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വരും. അപ്പൊ സ്വാഭാവികമായും എൻ്റെ ഉമ്മ എനിക്ക് മുല തരുമ്പോൾ കുറേ ആളുകൾക്ക് മുമ്പിൽ നിന്നിങ്ങനെ പ്രസംഗിക്കുന്ന ഒരു കുട്ടിയെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം, വേറൊന്നുമല്ല. എൻ്റെ ഉമ്മ എനിക്ക് മുല തരുന്ന സമയത്ത് എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, സ്വർഗത്തിൽ അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടി തരട്ടെ. അപ്പൊ എൻ്റെ ഉമ്മ എനിക്ക് ഉറപ്പാണ്, എൻ്റെ ഉമ്മ എനിക്ക് മുല തരുന്ന സമയത്ത് ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു മകനെ, ഒരു കുട്ടിയെ മനസ്സുകൊണ്ട് വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഉമ്മാന്റെ ബാക്കിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കുന്നത് വരേക്കും സങ്കല്പിക്കാം. ആ ഉമ്മ മരിച്ചെടുക്കുമ്പോൾ ആ കുട്ടി ഉമ്മാന്റെ ബാക്കിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കും. കുട്ടി എന്താവണം എന്നത് ഉമ്മയുടെ സങ്കല്പമാണ്. എന്താവണം എന്ന് ഉമ്മ തീരുമാനിക്കണം തന്നെയാണ് കുട്ടി. ദുനിയാവിൽ പ്രസിദ്ധരായ എല്ലാവരെയും ഉമ്മ നോക്കിയതാണ്. എല്ലാ പ്രസിദ്ധൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ഉമ്മയെല്ലാം നോക്കിയത്. പാപ്പ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചില്ലേ അബ്ദുള്ള, ഉമ്മയാണല്ലോ നോക്കിയത്. അതും ദീർഘനാൾ നോക്കിയിട്ടില്ല, 6 വയസ്സ് വരെ നോക്കിയിട്ടുള്ളൂ. ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും 6 വയസ്സാകുമ്പോഴേക്ക് തീരുമാനിക്കപ്പെടും. എല്ലാ കാര്യവും 6 വയസ്സാകുമ്പോഴേക്ക് തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് 6 വയസ്സ് വരെ നോക്കിയാൽ മതി എന്നതുകൊണ്ടാണ് 6 വയസ്സ് കഴിഞ്ഞപ്പോൾ ഉമ്മയെ അള്ളാഹു കൊണ്ടുപോകുന്നത്. ഈ ദുനിയാവിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് ഒരു ഉമ്മ ഒരു കുട്ടിനെ എത്ര കാലം നോക്കണ്ടുള്ളൂ? മാക്സിമം 6 കൊല്ലം. അതുകൊണ്ട് 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മാൻ അള്ളാഹു തആല കൊണ്ടുപോയി, ഇനി ആവശ്യമില്ല. എന്തായി? ഇങ്ങനെ ദുനിയാവിൽ പ്രസിദ്ധരായ ആളുകളൊക്കെ എടുത്തു നോക്കി, അവരൊക്കെ ഉമ്മാരാ നോക്കിയത് എല്ലാരെയും. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നന്നാവണം ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് മക്കൾ നന്നാവണം. പക്ഷെ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളിടത്താണ് പലപ്പോഴും പ്രശ്നം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു പോയിന്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരു പോയിന്റ് എടുക്കുകയാണ്, ഒരു കുട്ടി നന്നാവാൻ. പക്ഷെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ മതി, കുട്ടിയാരാവും. വേറൊരുപാടുണ്ട്. ഈ ഒരൊറ്റ കാര്യം മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ശരിയാക്കിയാൽ തന്നെ കുട്ടി നല്ല കുട്ടിയാവും, സ്വാലിഹാവും, നല്ല ഓർമ്മശക്തി ഉണ്ടാവും, നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, നല്ല തൻ്റെടമുണ്ടായിരിക്കും, സ്വാലിഹായ മനുഷ്യനായിട്ട് വളരും. പക്ഷെ എന്ത് വേണം? മുലയൂട്ടുന്ന സമയത്ത് ഈ കുട്ടി അങ്ങനെ ആകുന്നതായി ഉമ്മ സങ്കല്പിക്കണം. ഉമ്മാന്റെ മനസ്സിൽ അതിപ്പോൾ കുട്ടികൾ വലുതായിരം ഉസ്താദ് ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഇനി ഉമ്മ ഒഴിഞ്ഞിരുന്ന് എന്തായാലും നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് എപ്പോഴും ചെറു തന്നെയാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ മുലയൊടിക്കുന്ന ആ പ്രായത്തിലുള്ള കുട്ടിയെ മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിച്ച് ആ കുട്ടിക്ക് മുല കൊടുക്കുന്നതായി മനസ്സുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരു ഉമ്മയുടെ ദുആയോളം കുട്ടിക്ക് ഉപകാരമുള്ള വേറൊരു സാധനം ഉണ്ടാവില്ല. ഉമ്മയുടെ ദുആയാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉള്ളത്. അതിലേറ്റവും പ്രധാനമായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മുലയൂട്ടുന്ന സമയത്താണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വലിയ ഖാദിയും ആലിമും മുദരിസും ധാരാളം ശിഷ്യസമ്പത്തുള്ള ആളാണ്. മഹാനവറുകൾ ഇങ്ങനെ
ദർസ് നടത്തും. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ആളുകൾ വരും. അങ്ങനെ വാദിക്കുന്നവർ, എതിർവാദക്കാർ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കേട്ടതിന് ശേഷം തീരുമാനം പറയാൻ സമയത്ത് ഇമാം ഹറമേനിക്ക് ചെറുതായിട്ടൊന്ന് തല കറങ്ങും. അപ്പൊ ശിഷ്യന്മാര് ഇതിങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ച് കണ്ടപ്പോൾ ഒരു ദിവസം ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും തല കറങ്ങുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അരുമ ശിഷ്യന്മാരെ, എൻ്റെ ഉപ്പ എഴുത്തു തൊഴിലാളിയായിരുന്നു. മുസ്ഹഫ് എഴുതി കൊടുക്കുക, എന്നിട്ട് അയിമന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഹദിയയായി വല്ലതും കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോണ ഒരാളായിരുന്നു. മുസ്ഹഫ് എഴുതി കൊടുത്ത് ലഭിച്ച ഹലാലായ വരുമാനം കൊണ്ടാണ് എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചത്. അതിൽ നിന്നാണ് എൻ്റെ ഉമ്മയും ഉപ്പയും ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോന്നു. ഉമ്മയുടെ വയറ്റിൽ ഞാൻ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ നല്ലോണം ശ്രദ്ധിച്ചു. ഞാൻ ഭൂമിയിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഉപ്പ എന്നെ ഉമ്മയോട് പറഞ്ഞുമോ, മോളെ, നമ്മുടെ മോന് നീയല്ലാതെ മറ്റാരും മുല കൊടുക്കരുതേ എന്ന് പറഞ്ഞിരുന്നു. ഒരു ദിവസം എൻ്റെ ഉമ്മ സ്ഥലത്തില്ലാത്ത സമയത്ത് ഞാൻ വാവിട്ട് കരഞ്ഞു. പരിസരത്തെ വീട്ടിൽ നിന്ന് ഓടി വന്ന ഒരു സ്ത്രീ എൻ്റെ കരച്ചിൽ കേട്ടപ്പോ എനിക്കവർ മുല തരികയും ഞാൻ ആ മുല കുടിക്കുകയും ചെയ്തു. പിതാവ് തിരിച്ചു വന്നപ്പോ അന്യ ഒരു സ്ത്രീയുടെ മുല ഞാൻ കുടിച്ചു എന്നറിഞ്ഞ് എൻ്റെ കാലുകൾ മുകളിലേക്ക് പിടിച്ച് വായിൽ കൈയിട്ട് എന്നെ ഛർദിപ്പിച്ചു. പക്ഷേ ആ മുലപ്പാലിൽ നിന്ന് അല്പം എൻ്റെ ആമാശയത്തിൽ ബാക്കി നിന്നു. പ്രധാനപ്പെട്ട വിധികൾ പറയാൻ സമയത്ത് എനിക്ക് തലകറക്കം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ആ മുലപ്പാലാണെന്ന് സയ്യിദുനാ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു. അതാണ് മുലപ്പാലിന്റെ ഗുണം എന്ന് പറയുന്നത്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ആകെ ചെയ്തു കൊടുക്കേണ്ടത് നല്ല നിലക്ക് മുല കൊടുക്കുക എന്നുള്ളത് മാത്രം. വലത്തെ കയ്യിലെടുത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് വലിയൊരു ആലിമാകുന്നത്, ഒരു ഹാഫിളാകുന്നത്, ഒരു സ്വാലിഹാകുന്നത്, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യുന്നതൊക്കെ മനസ്സിലിങ്ങനെ കണ്ടിട്ട് മുലകൊടുക്കുക. അതിന് ഏറ്റവും പറ്റിയ സമയം സുബ്ഹിന്റെ അല്പം മുമ്പുള്ള സമയമാണ്. എല്ലാ മുല കുടിക്കുന്ന കുട്ടികളും സുബ്ഹിന്റെ മുമ്പ് ഉണരും. എല്ലാ മുല കുടിക്കുന്ന കുട്ടികളും നിങ്ങൾ ഇന്നാണെങ്കിൽ പെരയെ പോയിട്ട് 10 മാസത്തിൽ താഴെയുള്ള മുല കുടിക്കുന്ന മുഴുവൻ കുട്ടികളും സുബ്ഹിന്റെ മുമ്പ് ഉണർന്നിരിക്കും. എന്തിനാ ഉണരുന്നത്? മുല കുടിക്കാനാണ്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുല കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം സുബ്ഹിയുടെ മുമ്പ്. ആ സമയത്താണ് മുഹമ്മദ് നബി ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സുബ്ഹിന്റെ മുമ്പ് ജനിക്കുക എന്നുള്ളത് അവിചാരിതമായി അങ്ങനെയാണ് സംഭവിച്ചതെന്നല്ല. മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അള്ളാഹുവിന്റെ പ്രത്യേകമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണത്. ഒരു മനുഷ്യന് എല്ലാ ദിവസവും പുനർജന്മമാണ്, പുതിയ ജീവിതമാണ്. ആ ജീവിതം തുടങ്ങേണ്ടത് നബി തങ്ങൾ ജീവിച്ചു തുടങ്ങിയ സമയത്താണ്. അത് സുബ്ഹിയുടെ അല്പം മുമ്പാണ്. അതുകൊണ്ട് ദുനിയാവിൽ 10 മാസത്തിൽ താഴെയുള്ള പ്രതിരോധ ശക്തിയുള്ള എല്ലാ കുട്ടികളും സുബ്ഹിന്റെ അല്പം മുമ്പ് ഉണരും. അപ്പോഴാണ് മുലയെടുക്കേണ്ടത്. അപ്പം ഉമ്മ എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് നന്നായി മൂത്രമൊഴിച്ച് വൃത്തിയാവണം. ഹൈദുൻ നിഫാസും ഇല്ലെങ്കിൽ വുളൂ ചെയ്യണം. വുളൂ ചെയ്ത് മുലക്കണ്ണ് കഴുകി വൃത്തിയാക്കിയിട്ട് കസേരയിൽ പരമാവധി ഖിബിലക്ക് തിരിഞ്ഞിരുന്ന് കുട്ടിയെ വലത് കൈയിൽ എടുത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മനസ്സാന്നിധ്യത്തോടുകൂടെ മുല കൊടുത്താലേ 2 കൊല്ലം മുല കൊടുക്കുക എന്നുള്ളതിലപ്പുറം ഒരു ഉമ്മ കുട്ടിക്ക് വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ടിയല്ല. ആ ഉമ്മ മരിച്ച് ഖബറിലെത്തിയാലേ ആ കുട്ടി ഖബറിങ്ങ വന്ന് അസ്സലാമു അലൈക്കി യാ ഉമ്മി എന്ന് പറയാതിരിക്കൂല. 100% ഉറപ്പ്. ആ കുട്ടിനെ കൊണ്ട് ആ അമ്മക്ക് ഉപകാരം ഇല്ലാതിരിക്കൂല. ആ കുട്ടി നന്നാവാതിരിക്കൂല. ആ കുട്ടി സ്വാലിഹാവാതിരിക്കൂല. ആ കുട്ടിയെ പിശാച് സ്വാധീനിക്കൂല. നായകൾ മൂത്രമൊഴിക്കും പോലെ റോഡ് സൈഡിൽ മൂത്രമൊഴിച്ചൊരിക്കലും ആ കുട്ടി എഴുന്നേറ്റ് പോകൂല. മുസ്ലിങ്ങൾ ജീവിക്കുന്ന പോലെ അന്തസ്സായി ജീവിക്കുകയും ഉമ്മാക്കും വാപ്പാക്കും ഉപകാരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ്. മുല കൊടുക്കലാണ്
കുട്ടികളെ സംരക്ഷിക്കുക എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ. കുട്ടികൾ അമിതമായി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ ദേഷ്യമാണ്. ആരോടെങ്കിലും ദേഷ്യപ്പെടണം, അമ്മായിമാരോട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്, ഒറ്റ കൊടുക്കലാണ്. ഇതൊക്കെ മുലയെടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. മറ്റാരോടെങ്കിലും ദേഷ്യം തീർക്കാൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മുലയെടുക്കരുത്. സ്നേഹിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരമല്, ഇബാദത്താണെന്ന നിയ്യത്തോടു കൂടെ ചെയ്യേണ്ട അമല്. പ്രപഞ്ചത്തിലെ ഏറ്റവും സംശുദ്ധമായ ഇബാദത്താണ് മുലയെടുക്കുക എന്നത്. നല്ല നിയ്യത്തോടുകൂടി ബിസ്മി ചൊല്ലി ചെയ്യേണ്ട ഒരു ഇബാദത്ത് മറ്റാരുടെയെങ്കിലും പേരിൽ ദേഷ്യം തീർക്കാനാവരുത്. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ കുട്ടിനടുത്ത് മുലയെടുക്കലാക്കരുത്. സംശുദ്ധമായ മനസ്സ്, ആരോടും ദേഷ്യമില്ല, എല്ലാവരോടും ഇഷ്ടം തോന്നുമ്പോൾ, ഭർത്താവിനോട് ഇഷ്ടം തോന്നുമ്പോൾ മാത്രമേ കുട്ടിക്ക് മുലയെടുക്കാൻ പാടുള്ളൂ. ഭർത്താവിനോട് ദേഷ്യം തോന്നുമ്പോൾ കുട്ടിക്ക് മുലയെടുക്കാൻ പാടില്ല. കാരണം ആ കുട്ടി വാപ്പാനോട് ദേഷ്യമുള്ളവനായി മാറും. ആ കുട്ടി വാപ്പാനോട്, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പേരുകളിലൊക്കെ മകൻ ഇങ്ങനെ ഗൾഫിൽ പോയി അത്യാവശ്യമൊക്കെ ആയി കഴിഞ്ഞാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്നായിട്ട് വാപ്പാനെ പുറംകാലം കൊണ്ട് ഒറ്റ ചൂട്ടണം കൊടുക്കും. മൂപ്പർക്ക് ആകെ ഒരു പണിയുള്ളൂ, വൈകുന്നേരം ടോർച്ച് എടുത്തുകൊണ്ട് പള്ളിയേക്ക് പോവുക, പീടിയക്കോട് വാങ്ങിക്കൊടുന്ന് കൊടുക്കുക. ചില വാപ്പാര്, വയസ്സായ വാപ്പാരുടെ അവസ്ഥ അതാണ്. വീട്ടിൽ ഒരു സ്ഥാനം വീട്ടിലില്ല. വീട്ടിൽ എന്ത് നടക്കുകയാണെങ്കിലും വാപ്പാനോട് ചോദിക്കൂല, ഒക്കെ വാപ്പയും ഉമ്മയും മക്കളും കൂടിയാണ് കൈകാര്യം ചെയ്യും. വാപ്പാക്ക് വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലാതായത് എന്തുകൊണ്ടാണ്? വാപ്പാനോട്, ഭർത്താവിനോട് ദേഷ്യം വന്നപ്പോൾ ഉമ്മ കുട്ടിക്ക് മുലയെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് കുട്ടിക്ക് ദേഷ്യം പകരുന്നത് ഉമ്മയാണ്. മറക്കുന്നതിൻ്റെ കാരണം അതാണ്. എത്ര പഠിച്ചാലും തലയിൽ നിൽക്കാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, അവിടെ തഫ്സീറിൽ കാണാം ഐ വഇല്ലം തുബ്അസ് സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ എന്ന്. അതായത് മനുഷ്യന്റെ ഓർമ്മയുടെ രണ്ടാമത്തെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായ ബുദ്ധിശക്തി എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിശക്തിയാണ്. ഓർക്കേണ്ടതിനെ ഓർക്കലും ഓർമ്മയാണ്, മറക്കേണ്ടതിനെ മറക്കലും എന്ത് തന്നെയാണ്? ഓർമ്മ തന്നെയാണ്. നമ്മൾ നേരെ തിരിച്ചുണ്ടാകുക. ഓർക്കേണ്ടതൊന്നും ഓർമ്മയില്ല, മറക്കേണ്ടതെല്ലാം ഓർമ്മയിലുണ്ട്. നമ്മുടെ ഓർമ്മയും യഥാർത്ഥത്തിൽ മറവിയാണായി മാറിയിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ തിരിച്ചാണ്. മറക്കേണ്ടതൊക്കെ മറന്നു. ത്വായിഫുകാർ കല്ലെറിഞ്ഞു, കാലുമെന്ന് ചോരലിച്ചു. എനിക്ക് മഹ്ശറയിൽ ഷഫാഅത്തിന് അനുമതി കിട്ടിയാലേ ത്വായിഫിൽ നിന്ന് വിശ്വസിച്ചവർക്ക് ആദ്യം ഷഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അവർ സ്വർഗത്ത് പോകാൻ നേരം വൈകിയാലേ ഇന്ന ചീത്തറിഞ്ഞതിന്റെ ഹിസാബ് കൊണ്ടല്ലേ വൈകണത്, അത് സമ്മതിക്കൂല. അതുകൊണ്ട് ആദ്യം ഞാൻ ത്വായിഫുകാർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉമ്മ കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് നന്നായി മുലയൂട്ടുക എന്നതാണ്. നന്നായി മുലയെടുക്കാൻ പറ്റിയാൽ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നതാണ്. അപ്പം മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. മാക്സിമം മുലയൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. സുബഹിയുടെ മുമ്പ് എന്തായാലും കുട്ടികൾക്ക് മുലയെടുത്തിരിക്കണം. ഇനി അഥവാ ഒരു കുട്ടി ഉണർന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ശീലമാകുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഉറങ്ങിത്തുടങ്ങും. നന്നായി ഉണർത്തിയതിനു ശേഷം കുട്ടിക്ക് മുലയെടുക്കണം. പരമാവധി മുല കൊടുക്കുമ്പോൾ കുട്ടിയെ ഉറങ്ങാൻ അനുവദിക്കരുത്. കുട്ടിയെ ഉണർന്നിരിക്കുകയാണ് വേണ്ടത്. പരമാവധി ഉറങ്ങാൻ അനുവദിക്കരുത്. അപ്പോൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഉണർത്തിയിട്ട് വേണം കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കാൻ. ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഗഫലത്തോടുകൂടെ മുല കൊടുക്കരുത്. ഉമ്മരപ്പടിയിൽ ഇരുന്ന് മുല കൊടുക്കരുത്. അത് ശൈത്താന്റെ മക്കാമാണ്. ഉമ്മരപ്പടി എന്ന് പറഞ്ഞത് ശൈത്താന്റെ മക്കാമാണ്. അവിടെ ഇരുന്ന് ഒരിക്കലും മുല കൊടുത്തുകൊണ്ടിരിക്കരുത്. നല്ല സംശുദ്ധമായ സ്ഥലത്തിരുന്ന് മാക്സിമം ഒതുവോടുകൂടി 2 കൊല്ലം നിങ്ങളുടെ കുട്ടിക്ക് മുല കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല. എല്ലാം പിന്നീട് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഗൗസുൽ ആദമിനെ കുറിച്ച്. ഉമ്മയാണ് നോക്കിയത്. ഗൗസുൽ ആദമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. ഉമ്മയാണ് നോക്കുന്നത്. ഉമ്മ നോക്കി വലുതായി ആ മനുഷ്യൻ. ലോകത്ത് തുല്യതയില്ലാത്ത ഗുരുവര്യരായി മഹാനായ ഗൗസുൽ ആദം. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വപ്ന വ്യാഖ്യാനം നടത്തിയ ആളാണ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവർകളുടെ ഉമ്മയാണ് നോക്കിയത്. ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വാപ്പ ചെറുപ്പത്തിൽ ഇട്ടുകാണ്ട് ഒരു യുദ്ധത്തിന് പോയതാണ്. ഉമ്മയാണ് യഥാർത്ഥത്തിൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ നോക്കി വളർത്തിയത്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ
ചരിത്രത്തിലെ പ്രമുഖരായ ആളുകളെ എല്ലാം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മയാണ് നോക്കുന്നത്. ഇങ്ങനെ ഔലിയാക്കളിലെ ഏറ്റവും പ്രമുഖനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഉമ്മയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഉമ്മ നോക്കിയാൽ ഒരു കുട്ടി നേരാവും. അൽ ഉമ്മു മദ്റസത്തുൽ അവ്വൽ. ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ, ഇത് രണ്ടാമത്തെ മദ്രസയാണ്. ഇതൊന്നല്ല, ഇത് രണ്ടാമത്തെ മദ്രസയാണ്. ഉമ്മയിൽ നിന്ന് എന്താണോ ലഭിച്ചത് അതിന്റെ പരിശീലനം മാത്രമേ ഇവിടെ ഉള്ളൂ. ഉമ്മയിൽ നിന്ന് ലഭിക്കാത്ത ഒന്ന് നൽകാൻ ഒരിക്കലും രണ്ടാം മദ്രസക്ക് കഴിയില്ല. ഒന്നാം മദ്രസയിൽ നിന്ന് കിട്ടിയതിന്റെ പരിശീലനം മാത്രമേ രണ്ടാം മദ്രസയിൽ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഉമ്മമാർ ജാഗ്രത പാലിക്കണം. മക്കൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉമ്മയാണ്. ഒറ്റ കാര്യം കൂടിയും പറയട്ടെ, മുല കൊടുക്കുന്നത് ഉമ്മയാണെങ്കിലും മുല കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇസ്ലാമിക ശരീഅത്ത് നൽകിയിട്ടുള്ളത് വാപ്പാക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കുട്ടിക്ക് മുല കൊടുക്കേണ്ട ഉത്തരവാദിത്തം ശരീഅത്ത് നിയമപ്രകാരം ഉമ്മാക്കല്ല, അത് വാപ്പാക്കാണ് ഉത്തരവാദിത്തമുള്ളത്. വാപ്പാന്റെ ഉത്തരവാദിത്തം ഉമ്മ നിർവഹിക്കുന്നു എന്ന് മാത്രം. മുല ഉമ്മാന്റെ അടുത്താണ്, മുലപ്പാലും ഉമ്മാന്റെ അടുത്താണ്, പക്ഷെ ഉത്തരവാദിത്തം വാപ്പാക്കാണ്. മുല കൊടുക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയ്ക്ക് എല്ലാ നിലയിലുള്ള പിന്തുണയും നൽകാൻ ഇസ്ലാമിക ശരീഅത്ത് കണ്ടെത്തിയ ഒരു വഴിയാണ് അതിൻ്റെ ഉത്തരവാദിത്തം വാപ്പാനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത്. കുട്ടിക്ക് മുലയെടുക്കുന്ന സമയത്ത് നിങ്ങളെ കുട്ടിക്ക് മുലയെടുക്കാൻ എനിക്കാവൂല, ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളാണ് പോയാൽ ഓൻ സ്വീപ്പാവണം. കാരണം ഉത്തരവാദിത്തം അവനായിരിക്കണം. അപ്പൊ എല്ലാ നിലക്കും പിന്തുണ കൊടുക്കാനും നന്നായി മുലയൂട്ടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഭർത്താവാകുന്ന കുട്ടിയുടെ വാപ്പയെ പ്രചോദിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ലാമിക ശരീഅത്ത് മുല കൊടുക്കാനുള്ള ഉത്തരവാദിത്തം വാപ്പയിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞത് ഉമ്മാനോടാണ്, ഇനി പറയാനുള്ള അവസാനത്തെ വാക്ക് വാപ്പാനോടാണ്. മുല കൊടുക്കുന്നത് ഉമ്മയാണെങ്കിലും വാപ്പാന്റെ ഉത്തരവാദിത്വത്തിലാണ് അതുള്ളത്. അതുകൊണ്ട് നിന്റെ ഭാര്യ നിന്റെ കുട്ടിക്ക് നല്ല ശ്രദ്ധയോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ, നല്ല മനസ്സോടുകൂടി മുല കൊടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഏർപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുന്നതാണ് കുട്ടി പരാജയപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അവസാനത്തെയും കാരണം എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നീക്കുപോക്കുകളും ഉണ്ടാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ.